ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വെൽക്കം ടു രാധൂസ് വേൾഡ്. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് 31st ഡിസംബറാണ് 2025, അതായത് ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ ന്യൂ ഇയർ ആണ്. അപ്പോൾ പുതിയൊരു വർഷമാണ് അല്ലേ, നമ്മളെല്ലാം ആഘോഷിക്കാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ ആണ്. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ, ചെറിയൊരു വീഡിയോ, എനിക്കിപ്പോൾ കുറച്ച് സമയം കിട്ടി ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ ഒരു ടൈം ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ. ആൻഡ് എല്ലാം കൊണ്ടും ഇപ്പം എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം റെഗുലറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് കോൾഡും ചുമ, തുമ്മൽ. അപ്പോൾ വെതർ ചേഞ്ചൊക്കെയാണ്. അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ഹെൽത്തി ആയിരുന്നില്ല. ഞാൻ എന്നും വീഡിയോ ചെയ്യാമെന്നൊന്നും വിചാരിക്കും, പക്ഷെ അന്ന് എന്തെങ്കിലുമൊക്കെ വരും, അല്ലെങ്കിൽ പനി, ചുമ. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഡെയിലി ആഗ്രഹിക്കുന്നു നല്ലൊരു വർഷമാവട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം പലർക്കും പലരോടും എന്തെങ്കിലും ഒരു ദേഷ്യം, വിരോധമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാം. ഇറ്റ്സ് നോർമൽ. കാരണം എന്താണെന്നറിയോ, നമ്മൾ മനുഷ്യന്മാരാണ്, ശരി അല്ലേ? നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരെല്ലാവരും തെറ്റുകൾ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനഃപൂർവ്വം ആരെ ദ്രോഹിക്കാനോ ദേഷ്യപ്പെടാനോ ചീത്ത പറയാനോ ഹേറ്റ്രെഡ്, അതായത് വെറുപ്പോ ഒന്നും നമ്മൾ ആരോടും വെക്കണം എന്നൊന്നുമില്ല. ബിക്കോസ് ചിലരോടൊരു വെറുപ്പ് തോന്നാം, ചിലരോടൊരു ദേഷ്യം തോന്നാം, ചിലരോടൊരു നേരെ ഓപ്പോസിറ്റായ പോസിറ്റീവായ ഫീലിങ്സ് തോന്നും, ലൈക്ക് ലവ്, പിന്നെ എഫെക്ഷൻ, ഒരു ഇഷ്ടം, വാത്സല്യം ഒക്കെ തോന്നുന്നത് വളരെ നാച്ചുറലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളെല്ലാവരോടും തെറ്റ് ചെയ്തവരോടൊക്കെ നമ്മൾ ക്ഷമിക്കണം അല്ലേ? ഞാനതാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് എൻ്റെ ഈ ഒരു ലൈഫ് ഇപ്പോൾ January 1st 2025 ഞാൻ നടന്ന് സംസാരിക്കാം. January 1st 2025 ടു December 31st, ഈ ഒരു ദിവസം 2025 വരെ ഞാൻ എല്ലാവരോടും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, റിവൈൻഡ് ചെയ്യായിരുന്നു. എൻ്റെ ഈ നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബാക്കിൽ ഞാൻ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ടെറസാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളരെ ക്വയറ്റായ ഒരു ഡേ ആയ കാരണം ഇവിടെ ഇപ്പോൾ ആരുമില്ലേ നേരത്തെ. അപ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആയ കാരണം അപ്പോൾ ഒരു സൺസെറ്റും എല്ലാം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ഡേ വിത്ത് മീ യു ക്യാൻ എൻജോയ്. ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. സണ്ണൊക്കെ ഇങ്ങനെ അടിപൊളിയാണ്. അതെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് ആരോടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ടെറസിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ ഒരു സൺസെറ്റ് ആയിട്ടില്ല, ഇപ്പോൾ ജസ്റ്റ് ഒരു ഗോൾഡൻ ആയിട്ടാണ് ഇപ്പോൾ സണ്ണിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് 2025 സൺസെറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്, ഈ വ്യൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ നമുക്ക് ന്യൂ ഇയർ 2026 ആവാൻ. ഓക്കെ, അപ്പോൾ ഇന്നൊരു 6 മണി കൂടെ ആയിട്ടില്ല. അപ്പോൾ ഒരു 6 മണിയാവും ഇന്നത്തെ സൺസെറ്റിന്. അതാണ് ഇന്നത്തെ ലാസ്റ്റ് 2025 ഈ വർഷത്തെ ലാസ്റ്റ് സൺസെറ്റാണ്. അപ്പം നമുക്കതൊന്ന് ആസ്വദിക്കാം വിത്ത് രാധൂസ് വേൾഡ്. യെസ്, ഇനി ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടും തോന്നുന്നു അല്ലേ, ടുഡേസ് ലാസ്റ്റ് സൺസെറ്റ്. ഇനി മണിക്കൂറുകൾ, ലൈക്ക് അവേഴ്സ് മാത്രമേ ഉള്ളൂ ഫോർ അവർ ലാസ്റ്റ് 2025. ഞാൻ എൻ്റെ കിറ്റ്കാറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. ഇന്നത്തെ ഡേ ഇസ് ടു ഈറ്റ് ഇറ്റ് വിത്ത് കിറ്റ്കാറ്റ്. ആൻഡ് അപ്പം എനിക്ക് തോന്നുന്നു ഇന്നൊരു വീഡിയോ ചെയ്യാം. അതാണ് മിസ്സിന്നൊരു വീഡിയോ ചെയ്ത് കേട്ടോ. രാധൂസ് വേൾഡാണ്. ആർ യു വിത്ത് മീ? ഇന്നത്തെ ന്യൂ ഇയർ ആണ്. നമ്മളിന്നും ഇന്നത്തെ ലാസ്റ്റ് ഡേ, ഈ വർഷത്തെ 2025 ലാസ്റ്റ് ഡേ, December 31st. We are going to enjoy
ആൻഡ് പാർട്ടിക്ക് പകരം ഇതാണ് ആൻഡ് എൻജോയ്മെൻറ്റ് കിറ്റ്കാറ്റ് സൂപ്പർ. പിന്നെ 2026 എങ്ങനത്തെ വർഷമായിരിക്കും എന്ന് എനിക്കറിയില്ല. സോ വിത്ത് പ്രേയേഴ്സ്, a lot of hopes and joy that my year be, not just mine, all of my subscribers, that 2026 be the best year filled with lots of opportunities, abundance, health, and good vibes. Thank you all. Love you all. Stay tuned. ഇപ്പം എൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവായ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, പോസിറ്റീവായ എക്സ്പീരിയൻസസും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് എക്സ്പീരിയൻസസും ചിലപ്പോൾ ദൈവമായിട്ടൊരു അങ്ങനെ എന്തെങ്കിലും ഒരു ആയിട്ടാവും എനിക്ക് തന്നിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നണത്. ബിക്കോസ് അതിന് ഒരു കാരണം ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റീസൺ ഇപ്പോൾ പറയുമല്ലോ ചിലർ, ദർ ഇസ് എ റീസൺ ഫോർ എവറിത്തിങ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാണ്ടിരിക്കില്ല. അപ്പോൾ ഇത് മേ ബി ഇതായിരിക്കാം കാരണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, അവർ ചിലപ്പോൾ നമ്മളെയും തിരിച്ച് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിൽ എത്ര പേര് പ്രീവിയസ് ലൈഫിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നണില്ല, എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാനൊരു ഫിലോസഫിക്കലായിട്ടുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അവരെ പ്രീവിയസ് ലൈഫിൽ എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ സോ ദിസ് ഇയർ, ദിസ് ഡേ, നൗ ടുഡേ ഐ എം യൂസിങ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു forgive everybody who have hurt me. എന്നെ ഹേർട്ട് ചെയ്തവരോട് ഞാൻ forgive ചെയ്യുന്നു. സോറി ടു ദോസ് ഹു ഐ ഹാവ് ഹേർട്ട്. ഞാൻ ഹേർട്ട് ചെയ്തവരോടും ഞാൻ സോറി പറയണു. വെരി സോറി ആൻഡ് ഫ്രം മൈ ഹാർട്ട്. ആൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തവരോട് താങ്ക്സ്. ആൻഡ് ലവ് ടു എവ്രിബഡി ഇൻക്ലൂഡിങ് മൈ സബ്സ്ക്രൈബേഴ്സ്. ബിക്കോസ് നിങ്ങളില്ലാണ്ട് എൻ്റെ ചാനൽ മുമ്പോട്ട് പോവില്ല. ആൻഡ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഇനി വ്ളോഗ് ചെയ്യുന്നതായിരിക്കും രാധൂസ് വേൾഡ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് എനിക്കൊരു വേറൊരു ചാനലുണ്ട്. ഇറ്റ് ഈസ് എ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനൽ ആൻഡ് ലിറ്ററേച്ചർ ചാനൽ. ഒരുപാട് സ്റ്റുഡൻസിന് ഗ്രാമർ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ലിറ്റ്വിൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വീഡിയോസ്. ആൻഡ് എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇറ്റ്സ് ജസ്റ്റ് എ ഗ്രോയിങ് ചാനൽ. ഓക്കെ, അത് വളരണേ ഉള്ളൂ. ഞാൻ കുറച്ച് കാലം എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല. അത് കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, പനിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി തൊട്ട് ഞാൻ നെക്സ്റ്റ് ഇയർ എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ്, ഞാൻ റെഗുലറായിട്ട് ഞാൻ യൂട്യൂബ് ചെയ്യുന്നതാണ് 2026. സോ ദിസ് ഈസ് ഗോൺ ബി മൈ മോട്ടോ. ഞാൻ എന്നും ആൻഡ് റെസൊല്യൂഷൻ ദാറ്റ് ഐ വിൽ അപ്ലോഡ് വീഡിയോസ് റെഗുലർലി ഫ്രം 2026 ഓൺവേർഡ്സ്. അതിന് നിങ്ങളെല്ലാവരും പ്രേയേഴ്സ് വേണം, എനിക്ക് സപ്പോർട്ട് ആൻഡ് ലവ് ആൻഡ് stay motivated and keep supporting Radhu's world. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ന് വളരെ തണുപ്പുള്ള ഡേ ആണല്ലേ. അപ്പോൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ പ്രകൃതിയൊക്കെ നമുക്ക് വളരെ ഫേവറബിൾ ആയ ഡേ ആണ്. വലിയ തണുപ്പില്ല, ഇറ്റ്സ് നോട്ട് ടു കോൾഡ് ആൻഡ് നോട്ട് ടു റെയിനി. ഇപ്പോൾ ന്യൂ ഇയറും അടുത്ത വർഷം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ്. ഇത് ലാസ്റ്റ് ഡേ ആണെന്നുള്ളത്, ഈ 2025 ലാസ്റ്റ് ഡേ. ആൻഡ് ഐ എം സോ ഹാപ്പി. താങ്ക് യു ഗോഡ്, അതായത് യൂണിവേഴ്സിനോട്, ദാറ്റ് ഐ എം ഹാപ്പി ടു ബി അലൈവ്. അപ്പോൾ എനിക്ക് കൂടുതൽ കംപ്ലയിൻസും ഇല്ല, കൂടുതൽ ഞാൻ ആരെയും നെഗറ്റീവായിട്ടോ ഒന്നും ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇതുവരെ എത്താമെന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ ദിവസം വരെ ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അതിനും ഒരു ഭാഗ്യം, നന്ദി എനിക്ക് ദൈവത്തിനോടോ ഭഗവാനോടോ യൂണിവേഴ്സിനോടോ എനിക്കുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ആ കഴിയുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക. ആരോടും ദേഷ്യമോ വെറുപ്പോ, നേരത്തെ പറഞ്ഞ പോലെ അവരോടൊക്കെ സോറി, പിന്നെ മെഡിറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള ഓരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ബിക്കോസ് ന്യൂ ഇയർ ആണല്ലോ, എല്ലാവർക്കും പ്രേയേഴ്സ് വേണം, ഗുഡ് വിൽ വേണം. അപ്പോൾ മുമ്പോട്ട് നമ്മുടെ ലൈഫ് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, വി നീഡ് ടു ബി വെരി എന്താ പറയുക, ഹംബിൾ, ഡൗൺ ടു എർത്ത് ആൻഡ് പോസിറ്റീവ് ഓൾസോ. അപ്പോൾ ദിസ് ഈസ് മൈ വിഷ് ആൻഡ് എൻ്റെ ആഗ്രഹം അതാണ്, ഫോർ എവറിബഡി ടു
എന്താ പറയുക, ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സോ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുറച്ച് ദിവസം മുന്നേ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ ഫാമിലിയിലൊരു എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ, ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫാമിലി മീറ്റായിരുന്നു അത്. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും വന്നു, കസിൻസ് വന്നു, ആൻറ്റീസ് വന്നു, അങ്കിൾസ് വന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു കുറച്ച് നേരം. അതൊരു റിസോർട്ടിൽ വെച്ചായിരുന്നു, അതായത് മലപ്പാട് എന്നൊരു സ്ഥലത്ത് ഒരു ഫാമിലി റിസോർട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടോ ഈ റിസോർട്ടിലേക്ക് പോകണം കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ലേക്ക് വ്യൂ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ആൻഡ് അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ബിക്കോസ് കുറച്ച് നേരം നമ്മൾ ഫാമിലിയായിട്ട്, ന്യൂ ഇയർ ആണ്, പിന്നെ ഇനി അടുത്ത വർഷം ആരൊക്കെയാണ് ഉണ്ടാവുക, എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റണമെന്നില്ലല്ലോ. എല്ലാവരും അവരവരുടെ വഴിക്ക് ബിസി ആവും. പിന്നെ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ നമുക്ക് പഴയ ആൾക്കാരായിട്ട് സ്കൂൾ തൊട്ടുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാരണം അവരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ടൈം കിട്ടാറില്ല. ബിക്കോസ് എല്ലാവരും അവരവരിലായിട്ട് ബിസിയാണ്. ചിലർ മാരീഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഹസ്ബൻഡ്, കരിയർ, ജോബ് ഒക്കെ അങ്ങനെയൊക്കെ അവർ വളരെ ബിസിയാണ്. അപ്പോൾ എപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഗെറ്റ് ടുഗദർ ഉണ്ടാവാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ ആൻറ്റിമാരൊക്കെ ചോദിച്ചു നമുക്കിനി ഇത് മുമ്പോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഗെറ്റ് ടുഗദേഴ്സ് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ആളാണ്. ആൻഡ് കുറച്ച് നേരം നമ്മുടെ ഒരു ഡെയിലി ഹെക്റ്റിക്കായ ബിസി ലൈഫിൽ നിന്ന് ഒരു മോർണിംഗ് ഒരു ഫ്യൂ അവേഴ്സ് വീട്ടിൽ നിന്ന് മാറി കുറച്ചൊരു നേച്ചറായിട്ട്, നിങ്ങൾക്കെല്ലാം മനസ്സിലാവണില്ലേ, എൻ്റെ റിസോർട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു റിസോർട്ടായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ് thoroughly. ആൻഡ് ഫാമിലി ആയിട്ടും കസിൻസായിട്ടും കല്യാണങ്ങൾക്കൊക്കെ അല്ലേ, നമ്മൾ വെഡ്ഡിങ് സെറമണീസിലൊക്കെ അല്ലേ എപ്പോഴും ഒരു ലഞ്ചും അങ്ങനെയൊക്കെ നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ ഒരു ഹാർഡ് ഫീലിങ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കസിൻസ്, എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. കുറച്ച് നേരം നമ്മൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ കുറച്ച് നേരം ഒരു ഇരുന്നു, അവിടുത്തെ ആ സീനറിയൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ അവിടെയൊക്കെ നല്ലൊരു വില്ലാസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാം ഒരു സ്ഥലം. ഞാൻ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഇടാം ലേക്ക് വ്യൂ റിസോർട്ടിൻ്റെ അഡ്രസ്സ്. ആൻഡ് പ്ലീസ് ഗൂഗിൾ ഇറ്റ്. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും പോവാം, വീക്കെൻഡോ സ്റ്റേക്കേഷനോ എനിത്തിങ് യു ക്യാൻ ഓൾ എൻജോയ്. ആൻഡ് അങ്ങനെ ഞാൻ എൻജോയ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഗെറ്റ് ടുഗദേഴ്സൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവണം അല്ലേ, അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം അങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിന് എൻ്റെ പാരൻസിനും എൻ്റെ ആൻറ്റീസും അങ്കിൾസും ഒക്കെ, എൻ്റെ കസിൻസും, എൻ്റെ ഒരു കസിൻ വളരെ ദൂരെ നിന്ന് ഇതിനായിട്ട് വേണ്ടി വന്നു, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും നന്ദി. ആൻഡ് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുക വിത്ത് ഫാമിലി ആൻഡ് കസിൻസ്, അത് വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിൽ നല്ലൊരു കുറച്ച് നേരം ഹെക്റ്റിക്കായ ഒരു ബിസി ലൈഫിൽ നിന്ന് ഒരു ട്രിപ്പൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വെരി റിലാക്സിങ് മൊമെൻറ്റ് അല്ല. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര ബോറാവും, മോണോട്ടോണി ആവാം അല്ല. എൻ്റെ കാര്യമായിട്ട് ഞാൻ എന്നൊക്കെ എങ്ങനെ ഉണ്ടാവില്ല. ബിക്കോസ് ടൂറിങ് ഒക്കെ സ്ഥിരമായിട്ട് ടൂറൊക്കെ പോണവർക്ക് അതൊരു നല്ലൊരു ഇതായിരിക്കും അല്ലേ. ഇടയ്ക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗദേഴ്സൊക്കെ പോകും. അത് ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയി കുറച്ച് നേരം എൻജോയ് ചെയ്തു. അങ്ങനെ അടുത്ത വർഷവും ഐ എം വെയിറ്റിംഗ് ഫോർ എ മൊമെൻറ്റ് ലൈക്ക് ദിസ്. ഐ എം വെയിറ്റിംഗ് ഫോർ എ ഡേ. ഉണ്ടാവുകയാണെങ്കിൽ നടക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതിന് നല്ലൊരു റിസോർട്ടോ എവിടെ ആയാലും അത് ഉണ്ടാവണം, വിത്തൗട്ട് എനി എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടും, വിത്തൗട്ട് എനി ട്രബിൾ ആൻഡ് വിത്തൗട്ട് എനി ഒരു പോസിറ്റീവായിട്ട് സ്നേഹമായിട്ട് അങ്ങനെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുക. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കയ്യിലൊരു കാണാൻ പറ്റില്ല അല്ലേ, ഒരു ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ന്യൂ ഇയറിൻ്റെ അല്ലേ, 2025. ഇത് എൻ്റെ വൺ ഓഫ് മൈ ഫേവററ്റ് ചോക്ലേറ്റ്സ് ആണ്. ഞാനിട്ടിരുന്ന ഡ്രസ്സ് ഇസ് ഓൾസോ റെഡ് അല്ലേ, ശ്രദ്ധിച്ചു എല്ലാവരും. ഈ ഡ്രസ്സും റെഡ് കളറാണ്. എൻ്റെ കയ്യിലൊരു കിറ്റ് കാറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് കിറ്റ് കാറ്റ് കഴിച്ച് ഞാൻ ഇന്നത്തെ ലാസ്റ്റ് ഡേ ന്യൂ ഇയർ 2025 ആൻഡ് മൈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഞാനൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. എനിക്ക് കിറ്റ് കാറ്റ് ഭയങ്കര ഫേവററ്റായ ചോക്ലേറ്റാണ്. ഐ ലവ് കിറ്റ് കാറ്റ്.
അവിടെ കിട്ടിക്കൊണ്ടിരിക്കുക